നഖങ്ങളിലേക്ക് നിറം മാറ്റവും വരകളും ഒക്കെ പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ ചില രോഗങ്ങളുടെയൊക്കെ ലക്ഷണമാകാം. നമ്മൾ നഖങ്ങൾ നോക്കി എങ്ങനെയാണ് രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ മുഖ സൗന്ദര്യത്തിനൊക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യം നമ്മളെ നഖത്തിന്റെ സൗന്ദര്യത്തിന് നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ നഖപരിശോധന എന്ന് രോഗനിർണയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളെ ശരീരത്തിലേക്ക് വാതപിത്ത കഫദോഷങ്ങളുടെ അവസ്ഥയൊക്കെ നമ്മളെ നഖങ്ങളിൽ പ്രതിഫലിക്കും. അതുപോലെ തന്നെ കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, പിന്നെ പോഷകക്കുറവ്, ഇതൊക്കെ നമ്മളെ നഖത്തിലുണ്ടാവുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളെ നഖങ്ങളിലുണ്ടാവുന്ന 7 പ്രധാന മാറ്റങ്ങളും അവ സൂചിപ്പിക്കുന്ന രോഗങ്ങളും എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത് വിളറിയ നഖങ്ങൾ അല്ലെങ്കിൽ പെയിൽ നെയിൽസ്. അതായത് ഈ വിളറിയ അല്ലെങ്കിൽ വെളുത്ത നഖങ്ങൾ സാധാരണഗതിയിൽ നമ്മളെ നഖത്തിനൊക്കെ ഒരു പിങ്ക് നിറമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നഖങ്ങൾ വല്ലാതെ വിളറിയിരിക്കുന്ന അനീമിയ അല്ലെങ്കിൽ നമ്മുടെ വിളർച്ചയുടെ പ്രധാന ലക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആയുർവേദ പ്രകാരം ഇത് രക്തധാതുവിന്റെ ക്ഷയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ പോഷകാഹാരക്കുറവ്, കരൾ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ കൊണ്ട് നമുക്ക് നമ്മളുടെ നഖങ്ങൾ വിളറിയ നിറത്തിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവരിൽ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ടെറീസ് നെയിൽസ് എന്ന അവസ്ഥയൊക്കെ നമ്മളെ നഖത്തിന്റെ അറ്റത്ത് മാത്രം അല്പം പിങ്ക് നിറവും ബാക്കി ഭാഗം മുഴുവനും വെളുത്ത നിറവുമായൊക്കെ കാണപ്പെടാം. ഇതെന്ന് പറയുന്ന ലിവർ സിറോസിസ്, പിന്നെ കിഡ്നിയുടെയൊക്കെ തകരാറുകൾ അല്ലെങ്കിൽ പ്രമേഹം, ഇതിന്റെയൊക്കെ ലക്ഷണങ്ങളാവാം. രണ്ടാമത് പറയുന്ന യെല്ലോ നെയിൽസ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള നഖങ്ങൾ. ഇത് നമ്മളെ നഖങ്ങൾ മഞ്ഞ നിറമാവുന്ന ഏറ്റവും സാധാരണമായ കാരണം ഫംഗസ് ബാധയാണ്. എല്ലാവരും ഇത് അത്ര കാര്യമാക്കാറില്ല. എന്നാലും നമ്മളിത് കരുതിയിരിക്കണം. കാരണം ഇത് നമ്മൾ ചികിത്സിക്കാതെ വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ നഖങ്ങളുടെ കട്ടി കൂടുകയും പിന്നെ ഈ നഖങ്ങൾ പൊടിഞ്ഞു പോകാനൊക്കെ തുടങ്ങും. ഇത് കൂടാതെ നമുക്ക് കഠിനമായ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് ഒക്കെ ഉള്ളവരിൽ നഖങ്ങൾ മഞ്ഞ നിറമായിട്ട് കാണും. ഇത് പിത്തദോഷത്തിന്റെ വർധന ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അപൂർവമായിട്ട് ചില തൈറോയിഡ് രോഗങ്ങളിൽ, പിന്നെ ശ്വാസകോശ രോഗങ്ങളിൽ, പിന്നെ ലിംഫെഡീമ തുടങ്ങിയ അവസ്ഥകളിലൊക്കെ നമ്മളുടെ നഖങ്ങൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടാറുണ്ട്. അതിനാൽ നമ്മൾ നഖത്തിന്റെ മഞ്ഞപ്പ് വെറും അഴുക്കാണെന്നൊന്നും കരുതി തള്ളിക്കളയരുത്. മൂന്നാമത് പറയുന്ന സ്പൂൺ രൂപത്തിലുള്ള നഖത്തിനെ പറ്റിയാണ്. നമ്മളെ നഖത്തിന്റെ നടുഭാഗം സ്പൂൺ പോലെയൊക്കെ കുഴിഞ്ഞിരിക്കും, അരികുകൾ പൊന്തിയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ഇത് പുറത്തു പോവാതെയൊക്കെ നിൽക്കും. ഇത് നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന അയണിന്റെ കണ്ടന്റ് വളരെ കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ വ്യക്തമായിട്ടുള്ള ലക്ഷണമാണ്. ഇത് അസ്ഥിധാതുവിന്റെ നമ്മളെ രക്തധാതുവിന്റെ ഒക്കെ കുറവും പിന്നെ ബലക്കുറവുമായിട്ടൊക്കെ ഇതിനെ കാണാം. കൂടാതെ ഹീമോക്രോമറ്റോസിസ് എന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരം അമിതമായിട്ട് ഇരുമ്പ് ആഗിരണം ചെയ്യുന്ന അവസ്ഥ ആണ് ഇത് കാണപ്പെടും. ഇനി നാലാമത് പറയുന്നത് നഖത്തിലെ കുഴികൾ അല്ലെങ്കിൽ പിറ്റിംഗ് നെയിൽസ്. അത് നമ്മളെ നഖത്തിൽ ചെറിയ കുഴികളൊക്കെ കാണപ്പെടുന്നത് ഐസ് പിക്കർ കൊണ്ട് കുത്തിയതുപോലെയൊക്കെ നഖത്തിന്റെ ഉപരിതലത്തിൽ ചെറിയ കുഴികളൊക്കെ കാണുന്ന സോറിയാസിസ് എന്ന രോഗത്തിന്റെ ലക്ഷണമാകാം. നമ്മളെ ത്വക്കിനെ ബാധിക്കുന്ന ഈ രോഗം പലപ്പോഴും ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കുന്ന നമ്മളുടെ നഖങ്ങളിലായിരിക്കാം. ഇതെന്ന് പറയുന്ന വാത കഫദോഷങ്ങളുടെ ഇംബാലൻസിനെ സൂചിപ്പിക്കുന്നു. സോറിയാസിസിന് പുറമെ ചില സന്ധിവാദം അല്ലെങ്കിൽ സോറിയാട്ടിക് ആർത്രൈറ്റിസിലും പിന്നെ മുടി പൊഴിച്ചിലിന് കാരണമാകുന്ന അല്ലോപീഷ്യ ഏരിയേറ്റ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഒക്കെ ഇത്തരം കുഴികൾ നമ്മൾ നഖത്തിൽ കാണാറുണ്ട്. നഖം പൊടിഞ്ഞു പോകുന്നതൊക്കെ ഇതിന്റെ കൂടെ സാധാരണമായിട്ട് കാണാറുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്ന ക്ലബിങ് അല്ലെങ്കിൽ ഒരു തത്തയുടെ ചുണ്ട് പോലെയൊക്കെ നമ്മൾ നഖങ്ങൾ വളയുന്ന അവസ്ഥ. വിരലുകളുടെ അറ്റമൊക്കെ വീർത്ത് വലുതാകുകയും നമ്മളെ നഖം തത്തയുടെ ചുണ്ട് പോലെ താഴേക്ക് വളയുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടുന്ന അവസ്ഥയാണ്. നമ്മുടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതിന്റെ സൂചനയാണ്. ഇത് ചിലപ്പോൾ ശ്വാസകോശ ക്യാൻസർ, പിന്നെ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ, പിന്നെ ജന്മന ഉള്ള ഹൃദയത്തിന്റെ തകരാറുകൾ, ഇതുള്ളവരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇത് കഫദോഷത്തിന്റെ അതിപ്രസരവും നമ്മളെ രക്തവക സ്രോതസ്സിന്റെ ഒക്കെ തടസ്സത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്ന. ഈ ലക്ഷണം കണ്ടാൽ നമ്മൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടതാണ്. ആറാമത്തത് നഖങ്ങളിലുള്ള വരകൾ, അതായത് ലൈൻസും പിന്നെ റിഡ്ജസും. ഇതെന്ന് പറയുന്നത് നമ്മളെ നഖത്തിന്റെ നീളത്തിൽ, അതായത് നമ്മളെ വിരലിന്റെ ഒക്കെ അറ്റം മുതൽ താഴെ വരെ വരകൾ കാണുന്ന സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണമാണ്. ഇത് വാതകഫ വർധനമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ നമ്മളെ ശരീരത്തിന്റെ ജലാംശം കുറയുന്നത് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനിലൊക്കെ ഇത് കാരണമാകാം. ഇത് വലിയ രോഗലക്ഷണമൊന്നുമല്ല. എന്നാലും നമ്മൾ നഖത്തിന്റെ കുറുകെ ആഴത്തിലുള്ള വരകൾ കാണുന്ന ശ്രദ്ധിക്കണം. ഇത് ബ്യൂസ് ലൈൻസ് എന്ന് പറയും. കഠിനമായിട്ടുള്ള പനി അല്ലെങ്കിൽ ന്യൂമോണിയ അല്ലെങ്കിൽ നമുക്ക് കൺട്രോളബിൾ അല്ലാത്ത ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നഖത്തിന്റെ വളർച്ച താൽക്കാലികമായി നിലയ്ക്കുന്നതുകൊണ്ടാണ്
ഈ വരകൾ സാധാരണ കാണാറാവുന്ന. പിന്നെ സിങ്ക് ഡെഫിഷ്യൻസി മൂലവും നമ്മളെ നഖത്തിന് കുറുകെ ഇതുപോലുള്ള വെളുത്ത വരകൾ കാണപ്പെടും. ചുരുക്കത്തിൽ നമ്മളുടെ നഖങ്ങൾ നമ്മളുടെ ആരോഗ്യത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ മാർക്കറാണ്. എന്നാൽ നഖത്തിലൊരു മാറ്റം കണ്ടതുകൊണ്ട് സ്വയം രോഗനിർണയം നടത്തരുത്. അത് ഡോക്ടറോടൊക്കെ സംസാരിച്ചിട്ട് കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള ഒരു സൂചനയായി മാത്രം ഇതിനെ കാണുക. പിന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും ശുചിത്വം പാലിക്കുന്നതും നമ്മളുടെ നഖത്തിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.